ചേരുന്നത്. ആദ്യം ശ്രീ ഷിബു, കഴിഞ്ഞ ദിവസവും താങ്കൾ പ്രൈഡ് ഡിബേറ്റിൽ പങ്കെടുത്തിരുന്നു. അന്ന് ഒരുപാട് കാര്യങ്ങൾ താങ്കൾ വെളിപ്പെടുത്തുകയുണ്ടായി. ഇപ്പോൾ ഈ പറയുന്ന വൈസ് ചാൻസലർ അദ്ദേഹം കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തിയതാണല്ലോ. എന്തൊക്കെ ഉറപ്പന്ന് നൽകിയിരുന്നു? ഇതേ വൈസ് ചാൻസലറെയാണ് ഇന്ന് ഗവർണർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. VC വീട്ടിൽ വന്നിരുന്നു. വീട്ടിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് നടപടി സ്വീകരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹം വന്നത് വളരെ സ്പീഡിൽ വന്നു. ഉടൻ തന്നെ അമ്മയെ കാണണമെന്ന് പറഞ്ഞു. ഉടൻ പോകുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് സ്വീകരിച്ചത്. ചാനലുകാരെയൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം വണ്ടി അവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിർത്താതെ തുടർന്ന് നേരെ പോവുകയാണ് ചെയ്തത്. പിന്നെ വണ്ടി തിരിച്ച് അദ്ദേഹം ചാനലുകാരെല്ലാം മാറി നിൽക്കുമായിരുന്നു അദ്ദേഹം ഇറങ്ങാൻ വേണ്ടി. ഇദ്ദേഹം ഇറങ്ങിയതിന് ശേഷമാണ് ചാനലുകാരെല്ലാം ഫ്രണ്ടിലോട്ട് വന്നത്. അദ്ദേഹം വരുന്ന സമയം തന്നെ സ്പീഡിൽ വരുന്നു. ഇരുന്ന ഉടനെ തന്നെ അമ്മയെ കാണാം. അമ്മയെ കണ്ടു ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഞാനാണ് ആദ്യം ചോദിച്ചത്, സാർ എന്ത് നടപടിയെടുത്തു? ഡീനിനെതിരെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആ കോളേജിൻ്റെ ഡീനാണ് എല്ലാ കാര്യങ്ങളും മറച്ചു വയ്ക്കാൻ ശ്രമിച്ചത്. ആദ്യം മുതലേ ഇതൊരു സാധാരണ ആത്മഹത്യ, എന്തോ ഒരു മാനസിക വിഭ്രാന്തിയിലുള്ള ആത്മഹത്യയായി മുദ്ര കുത്താൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന രീതിയിലാണ് ഡീനും അവിടുത്തെ PT ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനായ കാന്തനാഥനും മറ്റുള്ള വൈത്തിരി SI മണി തുടങ്ങിയവരുടെ ഒരു നീക്കമെന്ന് ഞാൻ അദ്ദേഹത്തിനോട് ധരിപ്പിച്ചു. അപ്പോൾ നമ്മുടെ VC ഡീനിനെതിരെ ഉടൻ തന്നെ അച്ചടക്ക നടപടി ഉണ്ടാവുമെന്നും ഞാൻ നമ്മളെ കൊടുത്ത പരാതിയെക്കുറിച്ച് പറയുകയുണ്ടായി. അതിന് കൃത്യമായ മറുപടി തന്നു. ഞാൻ മറുപടി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ സാർ, അതിൽ ഒരു മറുപടി പോരാ, നടപടിയാണ് നമുക്ക് ആവശ്യം. അത് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടാണ് വീട്ടിൽ നിന്ന് പോയത്. എന്നാൽ പിന്നെ അതിനെക്കുറിച്ച് ഒരു അറിവും ഉണ്ടായില്ല. ഇന്ന് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഗവർണർ ഒരു സസ്പെൻഷൻ ഓർഡർ അടിച്ച് ഇതേ VCക്ക് തന്നെ, ഈ പറയുന്ന അദ്ദേഹത്തിന്റെ പേര് ശശീന്ദ്രനാഥ് എന്നാണ്, വെറ്ററിനറി സർവകലാശാലയുടെ VC, അദ്ദേഹത്തിന് ഈ സസ്പെൻഷൻ കൊടുത്തതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന താങ്കൾ പറഞ്ഞ ഈ ഡീനിനെയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഹോസ്റ്റൽ വാർഡന്റെ ചുമതല ഇതേ ഡീന് തന്നെയാണല്ലോ. അപ്പോൾ അസിസ്റ്റന്റ് ഹോസ്റ്റൽ വാർഡനെയും സസ്പെൻഡ് ചെയ്യാനുള്ള ഓർഡർ ഞാൻ എഴുതി ഒപ്പിടാൻ തുടങ്ങുമ്പോഴാണ് എന്നെ സസ്പെൻഡ് ചെയ്തതായുള്ള ഓർഡർ എനിക്ക് കിട്ടിയത് എന്ന്. അതായത് അദ്ദേഹം പറയുന്നത്, എന്ത് ഉറപ്പാണോ സിദ്ധാർത്ഥിന്റെ വീട്ടുകാർക്ക് കൊടുത്തത് അത് ഞാൻ ചെയ്യുകയായിരുന്നു, അപ്പോഴാണ് ഗവർണർ എനിക്കെതിരെ നടപടിയെടുത്തത്, അതുകൊണ്ട് ഞാനത് ഒപ്പിടാതെ മാറ്റി വെച്ചിട്ടുണ്ടെന്നാണ്. അത് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അവിടുന്ന് പോയി എന്ത് നടപടിയെടുക്കും? അദ്ദേഹത്തിന് ആ നടപടിയെടുക്കാൻ കഴിയില്ല. നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്. ഡീന് നല്ല വ്യക്തിയാണ്, അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യില്ല, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അദ്ദേഹത്തിനെതിരെ ആര് നടപടിയെടുക്കാൻ? സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തായാലും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് പ്രഷർ അല്ലെങ്കിൽ അത്രയ്ക്ക് പിടിപാടുള്ള ആളാണ് ഡീന്. അല്ലെങ്കിൽ തന്നെ ഇത്രയും ക്രൂരമർദ്ദനമേറ്റ സിദ്ധാർത്ഥനെ ഒരു നിമിഷം പോലും വെളിയിൽ നമുക്ക് വെളിയിൽ നിന്നുള്ള അറിവ് ലഭിക്കുന്നത് വരെ ഒരു രീതിയിൽ പോലും ഒരു സംശയത്തിനും ഇടവയ്ക്കാതെ അതൊരു സാധാരണ ആത്മഹത്യയായി ഇത്രയും സമയം കൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരു ഡീനിനെ എങ്ങനെയാണ് സസ്പെൻഡ് ചെയ്യാൻ കഴിയുക? അപ്പോൾ ഗവർണർ അത് മുൻകൂട്ടി കണ്ടായിരിക്കണം. അദ്ദേഹത്തിൻ്റെ നിലപാടാണ് അത്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല കൂടുതൽ. VCക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുള്ള അദ്ദേഹത്തിന് റിപ്പോർട്ട് കിട്ടാതെ അത് ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഷിബു, അതുപോലെ തന്നെ ഇപ്പോൾ ഒന്നൊന്നായി ആളുകൾ അറസ്റ്റിലാകുന്നുണ്ട്. നിങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ ഇപ്പോൾ തൃപ്തിയുണ്ടോ? നല്ല രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇപ്പോൾ? നേരത്തെ നിങ്ങൾ ഇക്കാര്യത്തിൽ ഒരുപാട് അനുഭവിച്ചതാണല്ലോ. ഇങ്ങനെ ഒരു അന്വേഷണം തുടങ്ങിക്കിട്ടാൻ ഒരുപാട് നിങ്ങൾ കഷ്ടപ്പെട്ടു. ആത്മഹത്യയാണ്, വീട്ടിൽ പൊക്കോളൂ എന്ന് പറഞ്ഞ പോലീസുകാർ വരെ ഇക്കൂട്ടത്തിലുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥർ വരെ ഉണ്ട്. അതിൽ നിന്നാണ് ഇപ്പോൾ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 18 പേർ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. പോലീസ് ഇത് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാ പ്രതികളും പിടിയിലായി എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. നിങ്ങൾക്ക് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടോ ഇപ്പോൾ? സാർ, ഞങ്ങളുടെ ഈ കേസുമായിട്ട് ആദ്യം നമ്മൾ പോകുമ്പോൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ വെറുമൊരു സാധാരണ ആത്മഹത്യയായി ചിത്രീകരിച്ച ഈ സംഭവം
നമുക്ക് കിട്ടിയ ചെറിയ ഒരു ദൈവതുല്യരായ 2-3 ആളുകളുടെ സഹായവും അതോടൊപ്പം ഞങ്ങളുടെ കുറച്ച് ആൾബലവും കോണ്ടാക്റ്റും വെച്ച് ആ കോളേജിനുള്ളിൽ നടത്തിയ റിസർച്ചിൻ വളരെ രീതിയിൽ നമ്മൾ അന്വേഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ വിവരം നമുക്ക് ലഭിക്കുകയുണ്ടായത്. അല്ലാതെ ഈ വേറൊരു ഏജൻസിയോ ഒന്നും സഹായിച്ചല്ല, ഞങ്ങളുടേതായ അന്വേഷണത്തിലൂടെ ഞങ്ങൾക്ക് ഇത്രയെങ്കിലും എത്താൻ പറ്റിയ. പക്ഷെ അതിനോടൊപ്പം തന്നെ കോളേജിലുള്ള കുറച്ച് നോർത്ത് ഇന്ത്യൻസും കൂടെ വിദ്യാർത്ഥികളും കൂടെ സഹായിച്ചപ്പോൾ അത് നമുക്ക് ആൻറ്റി റാഗിങ് കമ്മീഷനിൽ വരെ എത്താനും ഈ രീതിയിലെത്തി. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യ നാളുകളിൽ ഞങ്ങളുടെ CI വിളിച്ചു, അദ്ദേഹം നല്ല രീതിയിലാണ് സംസാരിച്ച. ഉടനെ തന്നെ എല്ലാ കാര്യങ്ങളും നടപടികളും സ്വീകരിക്കുമെന്ന് പറഞ്ഞു. തുടർന്ന് വന്ന് നമ്മൾ ആ സമയത്താണ് ADGPക്ക് പരാതി കൊടുക്കുന്നത്. അദ്ദേഹം അത് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. ADGP അദ്ദേഹം ഞങ്ങളെ കേട്ടു. സാധാരണ രീതിയിൽ വിരുദ്ധമായി അദ്ദേഹം ഞങ്ങളെ ഇരുത്തി കാര്യങ്ങൾ കേട്ട് ഉടനെ തന്നെ അതിനെ DIGയെ കൊണ്ട് അന്വേഷിക്കാൻ അദ്ദേഹം ഞങ്ങളുടെ മുന്നിൽ വച്ച് തന്നെ നോട്ട് എഴുതി സെക്ഷനിലേക്ക് കൈമാറി. പിറ്റേ ദിവസം അദ്ദേഹം വന്ന് അത് അപ്ഡേറ്റ് ചെയ്തു, എത്രത്തോളം ആയി, അത് ഉടൻ തന്നെ ആക്ഷൻ എടുക്കാൻ പറഞ്ഞു. അതിൻ്റെ ഫലം ഞാൻ പോയ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് തന്നെ അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടി. എനിക്കൊരു മെസ്സേജ് വന്നു, കേസ് DYSPയെ അന്വേഷിക്കുമെന്ന്. അദ്ദേഹത്തിനെ വിളിച്ചു. അദ്ദേഹവും ആദ്യത്തെ തന്നെ നമ്മളെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ മൊഴിയാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. ആ സമയങ്ങളിലെല്ലാം കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോയി. എന്നാൽ അറസ്റ്റിലേക്ക് പോയപ്പോൾ അറസ്റ്റ് വൈകുന്നതായി നമുക്ക് മനസ്സിലായി. അദ്ദേഹത്തിനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ 12 പേരുടെയും വീടുകളിൽ ഞാൻ കയറിയിറങ്ങി നോക്കുന്നു, ആരും തന്നെ വീടുകളിലില്ല, പലരും ഒളിവിലാണ്, ഉടൻ തന്നെ പിടിക്കും. അദ്ദേഹം നല്ലൊരു വ്യക്തിയായിരുന്നു, അദ്ദേഹം പിടിക്കും എന്ന് പറഞ്ഞു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ചില പത്രസമ്മേളനങ്ങളും മറ്റു കാര്യങ്ങളിലെല്ലാം SFIയുടെ പങ്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിലും പിന്നുള്ള ചില കാര്യങ്ങളിൽ അദ്ദേഹം പ്രസ്താവനകൾ മാറ്റി പറഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലായി അദ്ദേഹത്തിന് കൂച്ചുവിലങ്ങിടാൻ തുടങ്ങി, അദ്ദേഹത്തിന് പ്രഷറുണ്ട്, അദ്ദേഹത്തിന് സ്വതന്ത്രനായി അന്വേഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം വന്നു. തുടർന്നാണ് 1-2 പേരെ അറസ്റ്റ്, തുടർന്നുള്ള 6 പേര്, ഈ ലിസ്റ്റിലില്ലാത്ത 6 പേരെ കണ്ടെത്തുകയും അവരെ അറസ്റ്റ് ചെയ്ത് 8 പേരെ എന്തോ ചോദ്യം ചെയ്ത് 8-9 വരെ ചോദ്യം ചെയ്തതിൽ 6 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആ സമയത്തും ഞങ്ങൾ പെട്ടെന്ന് പേടിക്കുകയാണ് ചെയ്തത്. കാരണം ഈ 6 പേരെ പിടിച്ച് ഈ കേസ് എങ്ങനെ പോകുമെന്ന് പേടിച്ചിരിക്കുമ്പോഴാണ് വീണ്ടും തുടർന്ന് ആ 12 പേരിൽ ഒരാളിനെ കിട്ടുന്നു. ആ കേസ് പിന്നെ ആരെയും കിട്ടുന്നില്ല. അത് ആലോചിക്കണം, വെറും ഒരു കോളേജ് വിദ്യാർത്ഥികളായ 12 പേര് ഇത്രയും ദിവസം ഒളിവിൽ കഴിഞ്ഞിരുന്നു. തുടർന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉടനെ ഇതിൽ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു കഴിയും മുമ്പേ ഓരോരുത്തർ വീതം സറണ്ടർ ആവാൻ തുടങ്ങി. അത് എന്താണ്, ആരാണ് അത്രയും ദിവസം സംരക്ഷിച്ചിരുന്നു, ഇവർക്ക് ആരാണ് പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എനിക്ക് നേരത്തെ കോളേജിനകത്തുനിന്ന് കിട്ടിയ വിവരങ്ങൾ തന്നതുപോലെ ആ പ്രദേശത്ത് വയനാട് മേഖലയിൽ നിന്നും എനിക്ക് കിട്ടിയ അറിവ് ഇവരെ പല പാർട്ടി ആസ്ഥാനങ്ങളിലും ഇവർ ഉണ്ടായിരുന്നു എന്നാണ്. അത് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവരെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോൾ വയനാട്ടിലെ ഒരു CPM നേതാവും കൂടെ ഉണ്ടായിരുന്നു, അല്ലേ? ആ രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു, പലരും അയാളെ കണ്ടതുമാണ്. അപ്പോൾ ഇപ്പോഴും ഇത്തരത്തിലുള്ള സഹായം കിട്ടുന്നുണ്ട് എന്നാണോ നിങ്ങൾ സംശയിക്കുന്നത്? അത് ഇവർക്ക് എന്തായാലും ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെ അവർക്ക് ഇത്രയും നാൾ ഒളിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എവിടെ പോയി നിൽക്കും? അവർക്ക് എന്തായാലും എന്തോ സഹായം ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർ ഈ ദിവസങ്ങളിൽ വെറും 2 ദിവസം കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിഷയം കടുപ്പിച്ചു തുടങ്ങിയപ്പോൾ മാത്രമാണ് ഇവർ അത് പുറത്ത് ഇതിലേക്ക് വന്നു തുടങ്ങിയത്. അപ്പം അവർ എന്തോ ഒരു സഹായം പുറത്തുനിന്ന് അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. അതിന് തെളിവാണ് നമ്മുടെ SFIയുടെ തന്നെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കോളേജ് ക്യാമ്പസിൽ തമ്പടിച്ച് അവരുടേതായ പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് അവിടെ നിന്നുള്ള ഞാൻ പോയി കണ്ടതല്ല, അവിടെ നിന്നുള്ള വേണ്ടപ്പെട്ട നമുക്ക് അനുകൂലമായി നിൽക്കുന്ന കുറച്ച് ആളുകൾ പറഞ്ഞു തന്നതാണ്. അത് എന്താണ് ഇപ്പോഴും അവിടെ SFI നേതാക്കൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നാണ്. അതെ അവർ പറയുന്നത് ആ കുട്ടികളിൽ നിന്നുള്ള കാര്യങ്ങൾ എടുക്കുന്നുവെന്നാണ്. പക്ഷേ അവർ നിൽക്കുന്തോറും ആളുകൾ അറസ്റ്റ് വൈകുകയാണ് ചെയ്തത്. അപ്പം അതൊക്കെ നമ്മൾ കൂട്ടി വായിക്കണം. ഇത്രയും മൃഗീയമായ പീഡനത്തിലൂടെ ഒരു പാവപ്പെട്ട കുട്ടിയെ കൊന്നു തള്ളിയിട്ട് വീണ്ടും അവരെ സംരക്ഷിച്ച് നിർത്തുന്നത് വളരെ തെറ്റാണ്. അത് അങ്ങനെ ഒരു കാലത്തും ചെയ്യാൻ പാടില്ല. ഇതിനെല്ലാം കൂട്ടുനിൽക്കാൻ ഒരു ഡീനും അതേപോലെ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായ കാന്തനാഥനും പിന്നെ ഒരു പേരുള്ളത് അവിടെ വാർഡൻ നേരത്തെ പറഞ്ഞു. അത് ഞാൻ വാർഡൻ്റെ കാര്യം അദ്ദേഹത്തിന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെയാണ് വാർഡൻ. ഒരു അസിസ്റ്റൻ്റ് വാർഡനുണ്ട്, അദ്ദേഹത്തിന് സ്പോർട്സ് ഡേ ആയതുകൊണ്ട് അവിടെ സമയമൊന്നുമില്ല, അദ്ദേഹം ഇല്ല. ഈ കോളേജിൻ്റെ ഈ ഹോസ്റ്റലിൻ്റെ
കുറച്ച് വളരെ അടുത്താണ് ഡീൻ താമസിക്കുന്നത്. ഈ കോളേജിൽ ഈ കുട്ടിയെ പീഡിപ്പിക്കുമ്പോൾ ഏകദേശം വളരെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടുവെന്നാണ് മറ്റുള്ള കുട്ടികൾ പറയുന്നത്. എങ്കിൽ ഈ ഡീൻ എന്താണ് ഇത് കേറ്റാത്തത്? അല്ലെങ്കിൽ അവിടെ നടന്ന ഒരു കാര്യം ഡീൻ അടുത്ത് താമസിക്കുന്ന ഡീൻ അറിയാത്ത കാര്യമാണ് അവിടുത്തെ ഒരു PTA പ്രസിഡന്റ് അറിഞ്ഞിരിക്കുന്നത്. അപ്പം വച്ച് നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഷിബു പറഞ്ഞ കാര്യം മറ്റൊരു കാര്യം കൂടിയുണ്ട്. കുറച്ച് സമയം മുമ്പ് സംഭവിച്ചതാണ്. ഈ കുറച്ച് വിദ്യാർത്ഥികൾ പ്രതികരിച്ചതായിട്ടുള്ള വാർത്ത വയനാട്ടിൽ നിന്ന് വന്നു. അതിൽ അവർ പറയുന്നത് ഈ പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥികളുടെ പ്രതികരണത്തിൽ സിദ്ധാർത്ഥൻ ദിവസങ്ങളോളം മർദ്ദനത്തിന് ഇരയായിട്ടില്ലെന്ന് ഈ ഹോസ്റ്റൽ ഈ പറയുന്ന കുട്ടികൾ പറയുന്നു. സിദ്ധാർത്ഥനെ പട്ടിണിക്ക് ഇട്ടിട്ടില്ല, സിദ്ധാർത്ഥന്റെ മുറിയിൽ കൊണ്ടുപോയി ഭക്ഷണം നൽകിയിരുന്നുവെങ്കിലും കഴിച്ചിരുന്നില്ല. അതായത് ഈ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ കണ്ടെത്തലുകൾ തെറ്റാണ് എന്ന് ഈ കുട്ടികൾ പറയുകയാണ്. അത് സംഭവം വ്യക്തമാണല്ലോ. താങ്കളും പറഞ്ഞു അവിടെ CPM-ന്റെ കുറച്ച് നേതാക്കൾ തമ്പടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിദ്യാർത്ഥികളെ കൊണ്ട് ആ രീതിയിൽ പറയിക്കുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ് അവിടെ നടക്കുകയാണല്ലേ? തീർച്ചയായിട്ടും സാർ. അത് ആ വീഡിയോ സാർ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇവർ ആരുടെയോ മുഖത്ത് നോക്കിയാണ് ആ പറയുന്നത്. എന്തോ അല്ലെങ്കിൽ തന്നെ ആ പറയുന്ന രണ്ട് കുട്ടികളുടെ ഫേസിന്റെ നമ്മൾ ആ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കിയാൽ മനസ്സിലാകും എന്തോ സമർത്ഥിക്കാനുള്ള ഒരു വെമ്പൽ അവരിലുണ്ട്. അവർ പേടിച്ചെന്ന് അവരിങ്ങനെ തറപ്പിച്ചത് ആര് പറയുന്നു, മാധ്യമങ്ങൾ ഇങ്ങനെ പറയും. സാധാരണ ഒരു മൊഴി അല്ലെങ്കിൽ ഞാൻ ഒരാൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ആ ഫിസിക്കൽ അപ്പിയറൻസ് അവർക്ക് അയ്യോ ഇത് വളരെ സങ്കടമെന്ന് ആ രീതിയിലേ പറയുള്ളൂ. ഇത് അങ്ങനെയല്ല. മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയും അത് ഇവർ വേറെന്തയോ അവിടെ തള്ളി കയറ്റാൻ ശ്രമിക്കുന്ന ഒരു ഫീലിംഗ് ആ വീഡിയോ കണ്ടാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. എന്നെക്കാളും നിങ്ങൾക്ക് അത് കാണാൻ സംശയം തോന്നിയത് കൊണ്ടാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. ഇങ്ങനെ അപ്പോൾ അതാണ് താങ്കൾ പറഞ്ഞതും അതുമായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഞാൻ പറഞ്ഞത് അവിടെ SFIയുടെ നേതാക്കൾ ഇല്ല അത് ഉണ്ട്. ഈ പീഡനം നടന്നത് 3 ദിവസം കൃത്യമായി നടന്നു. അത് നമുക്ക് അതിന് തെളിവ് കൃത്യമായി കിട്ടിയിട്ടുണ്ട്. 16-ാം തീയതിയാണ് രാത്രിയാണ് ഇത് നടക്കുന്നെങ്കിലും ഇവനെ വാട്ടർ ടാങ്കിന്റെ ഭാഗത്ത് ആ കുട്ടികളെ തന്നെ പറയുന്നുണ്ട് കൊണ്ടുപോയെന്നും കുന്നിന്റെ പുറത്ത് കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ഇതൊക്കെ നമ്മൾ എല്ലായിടും ചാനലുകളിലും എല്ലാവരും അറിഞ്ഞതാണ്. 130ഓളം കുട്ടികളുടെ മുമ്പ് വെച്ച് പരസ്യ വിചാരണ ചെയ്തു. അതേപോലെ ബെൽറ്റ് മുറിയുന്നത് വരെ അടിച്ചു. വയറ്റിൽ ചവിട്ടിയ കുടലൊക്കെ ഡാമേജ് ആയിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു കുട്ടി എണീറ്റിൽ നിന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നത് 3 ദിവസം വെള്ളം കുടിക്കാതെ ആഹാരം കഴിക്കാതെ കിടക്കുന്ന ഒരു കുട്ടി എങ്ങനെയാണ് അവനെപ്പോലുള്ള അവനാണെങ്കിൽ പെട്ടെന്ന് തലവേദനയും മറ്റുള്ള ഇതും വരുന്ന കുട്ടിയാണ്. അപ്പോൾ അവനെ കൊണ്ട് അത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് അവൻ ബോധം കെട്ടെന്തോ വീണപ്പോൾ ഇവർ സംശയിച്ചു മരിച്ചുപോയെന്ന് അങ്ങനെ കെട്ടിത്തൂക്കി, അല്ലെങ്കിൽ കഴുത്തിൽ വയറിട്ട് കൊന്നു എന്നിട്ട് കെട്ടിത്തൂക്കി. എന്തായാലും അത് തുറന്നു കണ്ടത് ഞാൻ കണ്ടിട്ടില്ല, പോലീസ് കണ്ടിട്ടില്ല, വേറെ ആരും കണ്ടിട്ടില്ല. അവൻ തൂങ്ങി നിന്നു എന്ന് അവർ പറയുന്ന സ്ഥലം ചവിട്ടി തുറന്നു എന്ന് പറയുന്നു. പോലീസ് കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, മറ്റ് ഏജൻസികൾ കണ്ടിട്ടില്ല. കണ്ടത് ഡീനും അവിടെയുള്ള സീനിയർ വിദ്യാർത്ഥികളും മാത്രമാണ്. അപ്പം ഡീനിന് മാത്രമേ അറിയാവുള്ളൂ അവിടെ എന്ത് സംഭവിച്ചത്. അപ്പോൾ ഡീനിനെ ഇക്കാര്യത്തിൽ ഇതുവരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഡീനിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ പ്രതിപട്ടികയിൽ കൊണ്ടുവരികയോ ചെയ്തിട്ടില്ല. അപ്പം ഡീനിനും കാന്തനാഥനും കൃത്യമായിട്ട് അറിയാം അവിടെ എന്ത് സംഭവിച്ചുവെന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ കൃത്യമായ ഒരു മൊഴി കിട്ടുമെന്ന് താങ്കൾക്ക് വിശ്വാസമുണ്ടോ? ഇപ്പോൾ ഈ കുട്ടികളുണ്ടല്ലോ, താങ്കളോടും രഹസ്യമായിട്ട് ചിലരെങ്കിലും സംസാരിക്കുന്നുണ്ടാവുമല്ലോ. ഇപ്പോഴും ഉണ്ടോ? അങ്ങനെയുണ്ടോ? ഇപ്പോൾ ഇല്ല, വിവരം തരുന്നുണ്ടോ? ആദ്യകാലങ്ങളിൽ സംസാരിച്ചിരുന്നു കുട്ടികൾ. മറ്റുള്ളവർ വിവരം തരുന്നുണ്ട്. അത് വെളിപ്പെടുത്തിയാൽ അവരെ ജീവൻ വെളിയിലുള്ള ആളുകളാണ്. അവരെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ ജീവനോടെ ഉണ്ടാവുമെന്ന് സംശയമാണ്. വിദ്യാർത്ഥികളിൽ രണ്ട് കുട്ടികളോളം എന്നെ വിളിച്ചു. ആദ്യത്തെ കാര്യത്തിൽ തന്നെ അത് പറഞ്ഞു, ഇത് നിങ്ങളെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകണമെങ്കിലേ ഇത് സാധാരണ മരണമല്ല, ഇതൊരു കൊലപാതകമാണ്. അവൻ്റെ സീനിയേഴ്സും ക്ലാസ്മേറ്റും ബാച്ച്മേറ്റും റൂം മാറ്റുമായതും ചങ്ക് കൂട്ടുകാരും കൂടെ ചേർന്ന് ആസൂത്രിതമായി കൊന്നു കെട്ടിത്തൂക്കിയതാണ്. SFIയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വിവാദമാകുമ്പോൾ അവർക്ക് പെണ്ണ് വിഷയം, ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ വിഷയം കൊണ്ടുവന്ന് നിങ്ങളെ മാനസികമായി തളർത്തും. അതുകൊണ്ട് ഇത് എനിക്ക് മുൻകൂട്ടി പറഞ്ഞു തന്നതാണ്. ഈ വിഷയം വന്നത് ഇന്ന് മാത്രമാണ്. ഇത് ഞാൻ നേരത്തെ അറിഞ്ഞു. ഞാനിത് 20-ാം തീയതി അറിഞ്ഞു. അപ്പോഴാണ് സാർ ഇത് ആലോചിക്കേണ്ടത്. ഇത് ഒരിക്കലും അങ്കിൾ ഇത് മുന്നോട്ട് പോവാതിരിക്കരുത്. നിങ്ങൾ പെണ്ണ് വിഷയമാകുമ്പോൾ നിങ്ങൾ സിദ്ധാർത്ഥൻ്റെ ഇത് വെളിയിൽ എങ്ങനെ അറിയൂ എന്നുള്ള പേടിച്ച് നിങ്ങൾ നാണക്കേട് കരുതി പുറത്ത് പറയാതെ ഇരിക്കരുത്. അങ്ങനെ ഒരു വിഷയം അവനിൽ ഉണ്ടാവില്ല, നിങ്ങളിത് മുന്നോട്ട് പോകണമെന്ന് തറപ്പിച്ച് പറയുകയും മറ്റുള്ള അറിവ് നമുക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോയത്. ആ സമയത്തുണ്ടല്ലോ, ഈ സിദ്ധാർത്ഥൻ മരിക്കുന്ന ആ സമയത്ത് അന്നേ ഈ ഒരു കേസ് ഉണ്ട്, അല്ല ഇങ്ങനെ ഒരു പരാതി വന്നിരുന്നോ? അത് ആർക്കെങ്കിലും കൈമാറിയതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടിയിരുന്നു? ഇപ്പോൾ വയനാട് DYSP പറയുന്നത് അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല എന്നാണ്.
ഇന്ന് വൈസ് ചാൻസലർ എന്നിപ്പോൾ അദ്ദേഹത്തെ പറയാൻ പറ്റുകയില്ല, ഗവർണർ പുറത്താക്കിയ വൈസ് ചാൻസലർ പുറത്താക്കിയ വൈസ് ചാൻസലർ അദ്ദേഹവും പറഞ്ഞത് അങ്ങനെ ഒരു പരാതിയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല എന്നാണ്. അതായത് സിദ്ധാർത്ഥനെതിരെ ഒരു പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു പോകേണ്ടി വന്ന വൈസ് ചാൻസലറും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ആ സമയത്ത് ഇങ്ങനെ ഒരു പരാതിയെ പറ്റി ഇപ്പോൾ സിദ്ധാർത്ഥനോട് ആരെങ്കിലും പറഞ്ഞോ ഇങ്ങനെ പരാതി ഉണ്ടെന്ന്, അതോ മരിച്ചതിന് ശേഷം ഉണ്ടാക്കിയെടുത്ത ഒരു ഡ്രാമയാണോ ഇത്? ഞങ്ങൾക്ക് ഇതുവരെയും ഇന്നത്തെ വാർത്തയിലോ ഇന്നലത്തെ വൈകുന്നേരത്തെ ഏതോ ഒരു വാർത്തയിൽ നിന്നാണ് ഈ ഒരു പരാതിയെക്കുറിച്ച് വരാൻ തുടങ്ങിയത്. അതുവരെ ഇത്തരത്തിലുള്ളൊരു പരാതി ഞങ്ങൾക്ക് അറിവില്ല. പരാതി വരാൻ സാധ്യതയുണ്ട് എന്നൊരു ആ കുട്ടി വെളിപ്പെടുത്തിയതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി. എന്നുവെച്ചാൽ അവരുടെ ആ ടെക്നിക്കാണ്. അല്ലാതെ ഞങ്ങൾക്ക് ഈ പരാതി വരുന്നു എന്നുള്ള ഒരു വിഷയത്തിനെ കുറിച്ചേ അറിയില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ നേരത്തെയും പറഞ്ഞു, 14-ാം തീയതി നടന്ന വാലന്റൈൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ഏതോ ഒരു സീനിയർ എന്നാണ് ഞാൻ അപ്പോഴും വിചാരിച്ചിരുന്നത്. സീനിയർ പെൺകുട്ടികളുമായിട്ട് ഡാൻസ് കളിച്ചതിലുള്ള പ്രശ്നമാണ് ഈ വിഷയത്തിലേക്ക് എന്നാണ് ആദ്യ നാളുകളിൽ അവിടെ കോളേജ് മുഴുവൻ അറിഞ്ഞിരുന്നതും കോളേജിൽ നമുക്ക് വിശ്വസ്തപ്പെട്ടവർ അറിയിച്ചതും അത്തരത്തിലാണ്. ആ കുട്ടികളിൽ ആ കുട്ടിയോട് ഡാൻസ് കളിച്ചപ്പോൾ കയ്യിൽ പിടിക്കുകയോ അങ്ങനെ എന്തോ ചെയ്തതിനുള്ള സീനിയേഴ്സിനുള്ള രോഷവും സിദ്ധാർത്ഥൻ്റെ വളർച്ചയിൽ, സിദ്ധാർത്ഥൻ പോയ ആ വർഷം ഫസ്റ്റ് ഇയറിൽ തന്നെ അവിടുത്തെ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആവുന്നു. അവൻ്റെ പെരുമാറ്റം വളരെ കീനായിരുന്നു. അതോടൊപ്പം അവൻ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുന്നു. യൂണിവേഴ്സിറ്റി ഫോട്ടോഗ്രാഫർ ആകുന്നു, ഫ്രോഗർ ആകുന്നു, NSS വോളണ്ടിയർ ആകുന്നു. ഇത്തരത്തിൽ സകല മേഖലകളിൽ അവിടെ എന്ത് പരിപാടി വന്നാലും ഈ വാലന്റൈൻസ് ഡേ പോലും കണ്ടക്ട് ചെയ്തത് സിദ്ധാർത്ഥനാണ്. അപ്പോൾ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുകയും എല്ലാം ചെയ്യുന്നതിലും സീനിയറായ പെൺകുട്ടികളുടെ ഇടയിലുള്ള സ്വാധീനവും ആ കുട്ടികൾക്ക് യവനിലുള്ള സ്വീകാര്യതയും യവന് വളരെ ഇഷ്ടമുള്ള കുട്ടികളും ക്ലാസ്സിലുമുണ്ട്. അപ്പോൾ ഇതൊക്കെ യവൻ്റെ ബാച്ച്മേറ്റായ കുറച്ച് കുട്ടികൾക്ക് അരോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു. യവൻ്റെ ക്ലാസ്മേറ്റ് കൂടെ കിടക്കുന്നവന്മാർ കിടന്നുകൊണ്ട് ഈ കാര്യങ്ങളിൽ യവനെ എങ്ങനെയെങ്കിലും വകവരുത്തണമെന്ന് ഇവർ മനസ്സിൽ ചിന്തിക്കുന്നത് ആയ സിദ്ധാർത്ഥൻ ആരെയും സംശയിക്കാത്ത എല്ലാവർക്കും സഹായം ചെയ്യുന്ന സിദ്ധാർത്ഥൻ അതിനെക്കുറിച്ച് മനസ്സിലായില്ല. പക്ഷേ യവന്മാർ 5 പേരും ചേർന്ന് ഈ ഒരു ക്ലാസ്മേറ്റായ പെൺകുട്ടിയെയും കൂടെ ഉപയോഗിച്ച് ഒരു ഗൂഢാലോചന നടത്തി സീനിയറായ SFI നേതാക്കളുമായി സംസാരിച്ച് SFI നേതാക്കളുടെ നേതൃത്വത്തിൽ കൊടിയ പീഡനം, അതായത് റാഗിംഗ് നടത്തി ഗൂഢാലോചനയും നടത്തി സിദ്ധാർത്ഥനെ കൊന്നു തള്ളുകയാണ് ചെയ്തത്. അത് ഞങ്ങൾക്ക് മനസ്സിലായത് ഇപ്പോൾ ഈ പരാതിയും കൂടെ വന്നപ്പോൾ കൃത്യം കറക്റ്റാണ്. അത് ഇപ്പോഴും SFI ഇതിനെ ന്യായീകരിക്കുന്നു എന്നതാണ്. സംസ്ഥാന നേതൃത്വം പോലും ഇപ്പോഴും